നമസ്കാരം, ഇസ്പോണിക്കയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലെനോവോയുടെ ലീജിയൻ Y540 മോഡൽ ലാപ്ടോപ്പാണ് ഇന്നിവിടെ അൺബോക്സ് ചെയ്യുന്നത്. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വിമലിൻ്റെതാണ് ഈ ലാപ്ടോപ്പ്. അവൻ മേടിച്ചിട്ട് പാക്കറ്റിൻ്റെ സീല് പോലും പൊട്ടിക്കാതെ എനിക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് തരികയായിരുന്നു. അളിയാ, നിനക്കൊരായിരം നന്ദി. നന്ദി മാത്രമല്ലേ. നല്ല കിടിലം പാക്കിങ്ങിലാണ് നമ്മുടെ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. കാറ്റലോഗ്സ്, ലാപ്ടോപ്പ് ചാർജറൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതാണ് നമ്മുടെ ലീജിയൻ Y540 ലാപ്ടോപ്പ്. ലാപ്ടോപ്പിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് വെന്റിലേഷൻ സ്ലോട്ട്സ്, USB-C കണക്ടർ, മിനി ഡിസ്പ്ലേ പോർട്ട്, USB 3.1, HDMI, ഇഥർനെറ്റ് കണക്ടർ, പവർ കണക്ടർ, മിനി സെക്യൂരിറ്റി ലോക്ക് സ്ലോട്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ളത് വെന്റിലേഷൻ സ്ലോട്ട്സ് ഇവിടെയുണ്ട്, USB 3.1, പിന്നെ ഓഡിയോ കണക്ടറുണ്ട്. റൈറ്റ് സൈഡിലാണെങ്കിൽ ഇവിടെയും വെന്റിലേഷൻ സ്ലോട്ട്സ് ഉണ്ട്, USB 3 കണക്ടറുണ്ട്, നോവോ ബട്ടൺ, പിന്നെ പവർ ഇൻഡിക്കേറ്റർ. നല്ല കൂൾ ലുക്കിംഗ് ആയിട്ടുള്ളൊരു ലാപ്ടോപ്പാണ് ലീജിയൻ Y540. വലിയ ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഓഫീസ് പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റ് വിസിറ്റിനൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്കിത് പറയാം. നമുക്കിനി ലാപ്ടോപ്പ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ബാക്ക്ലിറ്റ് കീപാഡും റബ്ബറൈസ്ഡ് ഫിനിഷുള്ള സർഫസും ഒക്കെ ഒരു ക്ലീൻ ലുക്കും ഫീലും ആണ് തരുന്നത്. ലീജിയൻ ലാപ്ടോപ്പിനെ പറ്റി പറയുമ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ലാപ്ടോപ്പിൻ്റെ പുറത്തുള്ള ഈ ഇലുമിനേറ്റഡ് ലീജിയൻ ബ്രാൻഡിങ്. ഇനി നമുക്ക് ഓഡിയോ ക്വാളിറ്റി ഒന്ന് നോക്കാം. ഓഡിയോ ബൈ ഹർമൻ എന്ന റൈറ്റിംഗ് ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സൗണ്ട് ക്വാളിറ്റി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് എബോ ആവറേജ് ക്വാളിറ്റി അഷ്വർ ചെയ്യുന്നതായിരിക്കും എന്നാണ്. അതായത് വളരെ നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയായിരിക്കും ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം. പിന്നെ എനിക്ക് ഹൈലൈറ്റായി തോന്നിയത് ലാപ്ടോപ്പിൻ്റെ കൂടെ കിട്ടിയ ഈ ബാഗാണ്. വാട്ടർ പ്രൂഫ്, സ്പേഷ്യസ് ആയിട്ടുള്ള, ഒരുപാട് സെപ്പറേറ്റ് അറകളുള്ളതുമായിട്ടുള്ള ഒരു അടിപൊളി ബാഗ്. സിബുകളിലും പിന്നെ സൈഡിലും അങ്ങനെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ ലോഗോ, ഈ ലീജിയൻ്റെ ബ്രാൻഡിങ് കാണിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. വളരെ നല്ല കിടൽ ലുക്കാണ്. ഈ ലാപ്ടോപ്പിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം കോൺസ് പറയാം. ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന പൊസിഷൻ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നി. അതായത് മോണിറ്ററിൻ്റെ താഴത്തെ പോർഷനിലാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്പർ പാഡ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ എൻ്റർ കീ കൊടുത്തിട്ടില്ല.
വലിയ ഇഷ്യൂസൊന്നുമല്ല, പക്ഷെ എന്നാലൊരു ഇതായിട്ട് പറയാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നിയത് തണ്ടർ ബോൾട്ടിൻ്റെ ഒരു കണക്ടർ സ്ലോട്ട് കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ്. അതിതിൽ ഇല്ല. അതേസമയം നമ്മളിതിൻ്റെ പ്രോസ് എടുക്കുകയാണെങ്കിൽ പവർ ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ലാപ്ടോപ്സിലും കീപാഡിൻ്റെ കൂടെ തന്നെ പവർ ബട്ടൺ കൊടുത്തിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ കീപാഡിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ തന്നെ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ പറ്റില്ല, വേറെ അഡീഷണൽ കീബോർഡ് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കംപ്ലയിൻറ്റ് പലപ്പോഴും പല ലാപ്ടോപ്പിലും കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ പവർ ബട്ടൺ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തത് കാരണം കീപാഡിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിരുന്നാലും നമുക്ക് ലാപ്ടോപ്പ് ഓൺ ചെയ്ത് വേറെ കീബോർഡ് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. ഗെയിമിംഗ് ലാപ്ടോപ്പിൽ വെച്ചിട്ട് കുറച്ച് പ്രൊഫഷണൽ, നല്ല ക്ലീൻ ആൻഡ് എലഗൻറ്റ് ലുക്കുള്ള ലാപ്ടോപ്പ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൻ്റെ കീപാഡിൻ്റെ റബ്ബറൈസ്ഡ് ടെക്സ്ചർ അതൊക്കെ നല്ലൊരു ഫീച്ചേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ഫാൻ സ്പിന്നിങ് കാരണം ഉണ്ടാകുന്ന നോയ്സ് ബാക്കി ഗെയിമിംഗ് ലാപ്ടോപ്പിനെ കണക്കാക്കി നോക്കുമ്പോഴത്തേക്കും വളരെ സൈലൻ്റ് എന്ന് വേണം പറയാൻ. മാക്സിമം യൂസേജ് ചെയ്യുമ്പോഴും ഇതിൻ്റെ ഫാൻ സ്പീഡും അത്ര വലിയ നോയ്സ് ഒന്നും ഉണ്ടാക്കുന്നില്ല, സൈലൻ്റായിട്ട് തന്നെ നിൽക്കുന്നു എന്ന് വേണം പറയാൻ. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജാണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ പറയുക. ഇത് ഇസ്പോണിക്ക, ഇവിടെ എല്ലാം സ്പെഷ്യലാണ്.